അടിയന്തരാവസ്ഥയുടെ പേരിൽ നെഹ്റു കുടുംബത്തെ കടന്നാക്രമിച്ച കോൺഗ്രസിനെ വീണ്ടും വെട്ടിലാക്കി ഡോക്ടർ ശശി തരൂർ MP. സഞ്ജയ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ കൊടും ക്രൂരതകൾ അരങ്ങേറിയെന്നും കർക്കശ നടപടികൾക്ക് ഇന്ദിരാഗാന്ധി നിർബന്ധം പിടിച്ചുവെന്നുമാണ് രാജ്യാന്തര മാധ്യമത്തിൽ എഴുതിയ ലേഖനത്തിലെ വിമർശനം. ലേഖനത്തിൽ തനിക്ക് അഭിപ്രായമുണ്ടെന്നും എന്നാൽ ഹൈക്കമാൻഡ് പ്രതികരിക്കട്ടെ എന്നുമായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ മറുപടി. അടിയന്തരാവസ്ഥ രാജ്യത്ത് ഇരുണ്ട കാലഘട്ടമാണ്. പറഞ്ഞറിയിക്കാനാകാത്ത ക്രൂരതകളാണ് അടിയന്തരാവസ്ഥ കാലത്ത് അരങ്ങേറിയത്. ഇന്ദിരാഗാന്ധിയുടെ കർശന നടപടികൾ പൊതുജീവിതം ഭീതിയിലാക്കി. മൗലികാവകാശങ്ങൾ റദ്ദാക്കപ്പെട്ടു. മാധ്യമങ്ങളുടെ വായ മൂടിക്കെട്ടി. അടിയന്തരാവസ്ഥ കാലത്ത് സഞ്ജയ് ഗാന്ധി നടത്തിയത് കൊടും ക്രൂരതകളാണെന്നും ശശി തരൂർ വിമർശിക്കുന്നു. ഗ്രാമീണ മേഖലകളിൽ സ്വേച്ഛാപരമായ ലക്ഷ്യം നേടുന്നതിന് ബലപ്രയോഗവും അക്രമവും സഞ്ജയ് ഉപയോഗിച്ചു. ഈ നടപടികൾ നിർഭാഗ്യകരമായ അതിക്രമങ്ങളായി പിന്നീട് ഗൗരവം കുറച്ച് ചിത്രീകരിച്ചു. അടിയന്തരാവസ്ഥയ്ക്ക് റിപ്പബ്ലിക്കിന്റെ ആത്മാവിന്റെ വില നൽകേണ്ടി വന്നുവെന്നും പ്രൊജക്ട് സിൻഡിക്കേറ്റിൽ എഴുതിയ ലേഖനത്തിൽ തരൂർ വിമർശിക്കുന്നു. ശശി തരൂരിന്റെ ലേഖനത്തിൽ തനിക്ക് അഭിപ്രായമുണ്ടെന്നും എന്നാൽ പറയുന്നില്ലെന്നും VD സതീശൻ. അദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. അദ്ദേഹത്തിന്റെ ലേഖനം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാനല്ല അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത്, ദേശീയ നേതൃത്വമാണ് അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത്. അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. ഞങ്ങൾ ഇവിടെയുള്ള സംസ്ഥാന നേതാക്കൾ അദ്ദേഹത്തിനെ കുറിച്ച് ഒരു കമന്റും പറയുന്നില്ല. ലേഖനം എഴുതാനുള്ള സാഹചര്യമുണ്ടെന്ന് തോന്നുന്നില്ലെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. ഓരോ ദിവസവും പുതിയ വിവാദങ്ങളിലൂടെ നേതൃത്വത്തെ പ്രകോപിപ്പിക്കുകയാണ് ശശി തരൂർ. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ തന്നെ വിമർശിച്ച പ്രവർത്തക സമിതി അംഗത്തോട് ഹൈക്കമാൻഡ് എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് നിർണായകമാണ്. ബൽറാം നെടുങ്ങാടി, 24 ഡൽഹി.